നമുക്കിന്നൊരു നാമകരണത്തിന് പോയിട്ട് വന്നാലോ? അപ്പോൾ നാമകരണം എന്താണെന്ന് ചോദിക്കും. അതായത് കൊങ്കിണികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നാമകരണം. വേറൊന്നുമല്ല, കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങാണ് കേട്ടോ. അത് കഴിഞ്ഞ് പേരൊക്കെ ഇട്ടിട്ട് തൊട്ടിൽ വെക്കുന്നതൊക്കെ ചടങ്ങിനാണ് ഈ നാമകരണം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രേയസിൻ്റെ ഈ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബുധനാഴ്ചയാണ് നാമകരണം വെച്ചിരിക്കുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ടേന് ഞാനും പിള്ളേരും കായംകുളത്തോട്ട് പുറപ്പെട്ടു. കായംകുളത്താണ് എൻ്റെ ചേച്ചിയുടെ വീട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാവൽപ്പഴം വിൽക്കുന്ന കണ്ടു. അവിടെ ഏതായാലും വണ്ടി നിർത്തി വില ചോദിച്ചപ്പോഴത്തേക്ക് 1 കിലോ 80 രൂപയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വില കൂടുതലാണെങ്കിലും നമ്മൾ 1 കിലോ വാങ്ങിച്ചു. വീട്ടിൽ മരം ഉണ്ട്, ഒരു പ്രാവശ്യം കായ്ച്ചതാണ്. അപ്പോൾ കായ്ക്കുന്നത് വരെ ഒന്ന് ക്ഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 1 കിലോ വാങ്ങിച്ച് എന്തായാലും ആഗ്രഹം സാധിച്ചേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ഞങ്ങൾ നേരെ കായംകുളത്തോട്ട് അവിടെ ചെന്നപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാമനും മാമിയും നാത്തൂനും മക്കളും പിന്നെ ചേച്ചിയുടെ മക്കളുടെ കൂട്ടുകാരും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉച്ചയ്ക്ക് ചോറുണ്ടതിന് ശേഷം പൂക്കൾ കെട്ടാൻ തുടങ്ങിയതാണ്. ഒത്തിരിയും പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. പല കളറിലുള്ള റോസാപ്പൂ, പിന്നെ പിച്ചിപ്പൂ, മുല്ലപ്പൂ, പിന്നെ തുളസി, പിന്നെ ബന്ദി, പല കളറിലെ ജമന്തി ഒക്കെ കൊണ്ടുവന്ന്, കനകാമ്പരം എല്ലാം കൊണ്ടുവന്ന് അങ്ങനെ മാല കെട്ടുമായിരുന്നു കേട്ടോ. അപ്പം ഞാനും കൂടെ മാല കെട്ടാൻ വേണ്ടി അവരെ കൂടെ കൂടി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അമ്പലത്തിലെ പ്രസാദം കൊണ്ടുവന്നു, അതൊക്കെ ഞങ്ങൾക്ക് തന്നു. അതെല്ലാം കൂടെ കഴിച്ചു. പിന്നെ ഇനി രാത്രിയിൽ പച്ചക്കറി അരിയുന്ന വിശേഷങ്ങളൊക്കെയാണ്. അല്ല, നീളത്തിൽ ഇതേപോലെ അയ്യൊക്കെ വേറെ കൊണ്ട് തൂക്കട്ടെ. ഏതാ വെളിച്ചെണ്ണ ബിജി ഡി ഉമ ഡി മീന ഇച്ചിരി വെളിച്ചെണ്ണ കൊണ്ടു എടുക്ക. മൂന്നാക്കിട്ടാ അല്ല, ഞാൻ മറ്റേ 2 ആക്കിയിട്ടാണ് മറ്റേ കാണിച്ചത്. ഇത് 3 ആക്കിയത് കുഴപ്പമില്ല. ഇതിന് ചെറുതി അകത്ത് പാക്കിങ് ചെയ്യുന്ന എടുക്കട്ടെ, അകത്ത് പാക്കിങ് ചെയ്യുന്ന എടുക്കട്ടെ എന്ന്. പാക്കിങ് നല്ലതല്ലേ എടുക്കണേ. ഇങ്ങനെ കൊണ്ടുപോവാ. അമ്മാണന്റെ അടുത്ത് ചൊറിയുന്ന ഭാഗത്ത് തന്നെ പറഞ്ഞു. അമ്മാണ ചൊറിയുന്ന ഇത്രയും കഷ്ടപ്പെടുന്ന മനുഷ്യനെ എവിടെ നിന്ന് കിട്ടി ചോദിക്കും ആൾക്കാർ. അതെ അതെ, കമന്റ് വായിക്കുന്നത് നമ്മൾ ചേന എടുത്താൽ ചൊറിയെന്നും പറഞ്ഞ് ഞങ്ങളാരും ചേന എടുത്തില്ല. മാമനെ കൊണ്ടാണ് ചേന എടുത്തത്. അതിന് ചൊറിച്ചിലാണ്. അതിനുവേണ്ടി എല്ലാവരും കൂടെ കളിയാക്കി. സദ്യ കൂട്ടങ്ങളൊക്കെ റെഡിയായി കേട്ടോ. ബുധനാഴ്ച രാവിലത്തെ വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ചേനയും കടലയും കിഴങ്ങും മുരിങ്ങയ്ക്ക എല്ലാം കൂടെ തേങ്ങ വറുത്തരച്ച കറി ഉണ്ടായിരുന്നു. പിന്നെ അവിയൽ, പിന്നെ കാബേജിൻ്റെ തോരൻ, പിന്നെ ചെറിയ കറിയായിട്ട് മാങ്ങ, നാരങ്ങ, ഇഞ്ചി, പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ നമ്മുടെ കോളിഫ്ലവർ മസാലയൊക്കെ ചേർത്ത് 1 മണിക്കൂർ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും നമ്മൾ. അതുണ്ടായിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പഴം, ശർക്കര വരട്ടി, ചിപ്സ്.
പിന്നെ ഇത്രയും ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ സേമിയ പായസം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ, ഒരു കൂട്ടം പായസം ഉള്ളായിരുന്നു. പിന്നെ എന്നിട്ട് ഊണിൻ്റെ കൂടെ ഒരു പാക്കറ്റ് കൊടുക്കും കേട്ടോ, കുഞ്ഞിൻ്റെ പേരൊക്കെ എഴുതി ഒരു പാക്കറ്റ് കൊടുക്കും. അപ്പോൾ ആ പാക്കറ്റിനകത്ത് മിഠായും പിന്നെ ലഡു, കടലമാവിൻ്റെ ബെസ ലഡു, പിന്നെ അവൽ വിളയിച്ചതും കൂടെയാണ് ഉള്ളത്. भगवान महादेव सपत्नी का हाथ सर्वात्मदेवता सर्वाहा कुलदेवता सर्वादेवता शत्रमो स्वादेशो अनमिवो भगवान हरिशनो भवति विदेशे वास्तवश्री उज्जतंगारि वास्तव हर्षदे भगवान को प्रश्न बिंदु अजरास के शके शामदेव प्रवृतिनो शुद्वा वास्तवश्री ज्ञान शक्ति आकाशमति आकाशे बुद्धियो यम वास्तहामि वहा वास्तो देव स्वाहा रूपाण्य सन्नसकाः शेवेद्रः शिवं शिवं देवते मात्रं समुद्रजेष्ठायनि नमोस्तुते हे गव्याश्मीनां देवतामूर्ति प्रियदां प्रीतो वं सर्वं श्री कृष्णार्पणमस्तु हो ओम इलामग्ने प्रथम संसलिंगो शक्तम ओम अनाय सादा सनिजावाग्ने सादे सिंधुको तस्मै गो बोलन साधनादिग्ने समुच्चय भूत्वा प्रसीदन्तुवं दहा प्रसन्नास् महात मातुर्वर्गन्तु पूर्वस्या पितुर्वर्गं द्वितीयं मातां हम तृतीयन्तु अभ्युदेकं विदुः शान्ति वृद्ध प्रपितामही वृद्ध पितामही वितुमित्रः सगोत्राः दुष्टाः शान्ति मुखाभ्यां ब्राह्मणाभ्याम् अयन्तेषणः इयञ्ज्योतिः ओम अरिमायतर देवत्रेभ्यो नमः देवतदङ्ग विश्वे देवाः शान्ति मुखाभ्यां ब्राह्मणाभ्याम् अयन्तेषणः इयञ्ज्योतिः इमेवो गन्धाः इमेवो अक्षताः वायुधूपो सूर्यो ये जायना बड़े ने कोर का जल्दी है ज्यादा कर मुझे ले दी अमी चर दाग अंगल चर दो अंगल पर टांग सुंबाई रे ले से मियानी कोर का जल्दी अंगल ऐसी कोर सिदाई तांग ले दी तगल तेरे एक तोटन आवे दिगी ऐसी चुरुंडे अंगल पर ले आपर टांग बोलते नेरे तग पर सुंजल लेते तगल तेरे एक दादा उसके चल नंदना तीन मास सारे कोर का जल्दी है तेरे तेरे पर सिदाई मंगाले अकेले चाय का चलेंगे कागे ऐसे रेडी ते पोर सुच से मी आजेरी तगे रगल से जान दाम चिबे जानो सन पराई जेरी मी जायना पड़े ने कोर का जले जानो की जात कर्म जात पूजे को करे जात कर्म खाली स्टेप नहीं ले जायना पड़े कोर का जले जानो जात कर्म अनि षष्ठी पूजन चांगुर निदा ओम हनुमान जी ग्रंथ हनुमान जी ग्रंथ आवाहयामि ओम सरस्वती ग्रंथ ब्रह्मणे महापुरुष ब्रह्मा आवाहयामि ओम भवानी शंकराभ्य महा भवानी शंकराभ्य आवाहयामि ओम लक्ष्मी नारायणाभ्य महा लक्ष्मी नारायण आवाहयामि ओम गणेशाय महा गणेश आवाहयामि आपो जोजरे समुदोम ब्रह्म पुरुषो श्री विष्णु प्रेण्याम श्री विष्णु प्रीत्यर्थम सुदर्शन धारण महार्थम ഇല്ല വീഴും തെലങ്കാന परपुरुषाय परमात्मने नमो भगवते महासुरनाय सर्वदिक्षोमनाय परतर्मणे परजोषे नमः ओम सहस्रारुपणं 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 सहस्रारुपण तके कपड़ ओम श्री कृष्णाय गोविंदाय देवता देवता भक्तः कोणी कुल देव मासनामं चक्री 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 नक्षत्रादि नामं चूड़ामणि आणि गुप्त नाम नहीं ते सबता का नाम से रामे एक वा आणि व्यवहारिक नामं सांग व्यवहारिक नाम आवडा तीन दर्शित वी कृष्णा दर्शित वी कृष्णा दर्शित वी कृष्णा കേട്ടല്ലേ എല്ലാരും കേട്ടു നാമകരണാദി മുഹൂർത്ത നിന്റെ മടിയിലോട്ട് ഇരിക്കോ കുഞ്ഞിനെ അല്ല അപ്പാടെ മടി പോയിരി അപ്പാടെ മടിയിരി ആ
അപ്പോൾ ഹോമവും മന്ത്രങ്ങളൊക്കെ ചൊല്ലി കുഞ്ഞിന് പേരിട്ട് കഴിഞ്ഞു കേട്ടോ. പേരിട്ടിരിക്കുന്നത് ദർശിത് വി കൃഷ്ണ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് തൊട്ടിലിൽ വെച്ച് കുഞ്ഞിനെ താരാട്ടുന്നതാണ് കേട്ടോ. അപ്പോഴാണ് എല്ലാവരും സമ്മാനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത് കുഞ്ഞിന്. അപ്പോൾ അതിനും കുറേ ചടങ്ങുണ്ട് കേട്ടോ. ആദ്യമേ കുഞ്ഞിനെ കിടത്തുന്നതിന് മുമ്പേ നമ്മൾ ബലരാമനെ സങ്കല്പിച്ചൊരു ചെറിയൊരു കല്ല് ചുമന്ന പട്ട് തുണിയിൽ പൊതിഞ്ഞ് തൊട്ടിലിൽ വെക്കുന്ന കേട്ടോ. ഈ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ബലരാമ സങ്കല്പത്തെ നമ്മൾ തൊട്ടിലിന് അകത്ത് നിന്ന് കിടത്തിയിട്ട് പിന്നെ താഴെ കൂടെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതാണ് കേട്ടോ. പെണ്ണിൻ്റെ അമ്മയും ചെറുക്കൻ്റെ അമ്മയാണ് നിൽക്കേണ്ടത്. അപ്പോൾ ആ അമ്മമാരാണ് ഇങ്ങനെ ചടങ്ങൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം കുഞ്ഞിനെ ഇതുപോലെ തന്നെ 4 പ്രാവശ്യം ചെയ്യുന്നു കേട്ടോ. കുഞ്ഞിനെ തൊട്ടിലൊന്ന് കിടത്തത്തില്ല, ഒന്ന് തൊട്ടിട്ട് ഇതേപോലെ താഴെ തൊട്ടിലിൻ്റെ താഴെ കൂടെ അപ്പുറത്തിരിക്കുന്ന അമ്മയുടെ കൊടുക്കുന്നു. പിന്നെ തിരിച്ച് ആ അമ്മ ഇങ്ങനെ അതേപോലെ 3-4 പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷമാണ് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി നമ്മൾ താരാട്ട് പാടുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ എന്നിട്ട് അവിടെ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഇങ്ങനെ എടുത്തിട്ട് മുതുക് കൊണ്ടിങ്ങനെ തട്ടിക്കുന്നു കേട്ടോ, തൊട്ടിൽ തട്ടിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു ചടങ്ങാണ് കേട്ടോ. ഇതേപോലെ തന്നെ തൊട്ടിൽ സേവ അല്ലെങ്കിൽ ഊഞ്ഞാൽ സേവ എന്നാണ് പറയുന്നത്. അമ്പലത്തിൽ നടത്തുമ്പോൾ ഊഞ്ഞാൽ സേവ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുഞ്ഞ് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം കൊണ്ടിട്ട് നമ്മൾ ഊഞ്ഞാൽ സേവ ചെയ്യാറ് പതിവുണ്ട് കേട്ടോ. ഞങ്ങളുടെ എല്ലാ അമ്പലങ്ങളിലും ചെയ്യാറുണ്ട്. അത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അതൊരു നേർച്ചയായിട്ട് വഴിപാട് ചെയ്താൽ കുഞ്ഞുങ്ങൾ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ തൊട്ടിലാട്ടുന്ന സമയത്ത് പ്രത്യേകം ഒരു കൊങ്കിണി ഗാനങ്ങളുണ്ട് കേട്ടോ. 2-3 ടൈപ്പ് കൊങ്കിണി ഗാനങ്ങളുണ്ട്. അതിവിടെ ടേപ്പ് റെക്കോർഡിലാണ്, നമ്മുടെ ഫോണിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കോപ്പിറൈറ്റ് ആവുമെന്ന് പറഞ്ഞാണ് ഞാൻ ഇടാത്തത്. നല്ല രസമാണ് ആ പാട്ട് കേൾക്കാൻ കേട്ടോ. ചിത്രം ഫിലിമിൽ മോഹൻലാൽ പറയുന്നത് പോലെ കുറേ നല്ല ആചാരങ്ങൾ ഇനിയുണ്ട് കേട്ടോ. കുറേന്ന് വെച്ചാൽ കുറേ ആചാരങ്ങളുണ്ട്. എല്ലാം നല്ല രസമാണ്. അപ്പോൾ ഇതിലൊരു ചടങ്ങാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ കാണും. അപ്പോൾ അതെനിക്കറിയത്തില്ല, എന്നോട് ക്ഷമിക്കുക. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു ആചാര കഥയുമായിട്ട് ഞാൻ വരുന്നതാണ്. ഇനി അടുത്തത് ഊണാണ് കേട്ടോ. സദ്യയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് രാത്രിയിൽ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സദ്യയുടെ ഊണൊന്നും ആർക്കും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും തിരക്കായിരുന്നു, എല്ലാവരും ഓടി കിടക്കുമായിരുന്നു, ഞാനും ഓടി കിടക്കുമായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ കാണേണ്ടത് വരെ ദീ പോയി, നാളെ വരാം. ഞാൻ ഫോണിൽ മേടിച്ചേ